കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ലേ? എങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടി ആകുന്നത്? ലക്ഷ്മി, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ആ സർക്കാരിന്റെ തലവൻ നരേന്ദ്രമോദിയാണ്. തേങ്ങാ കള്ളന്മാരെയും പാക്ക് കള്ളന്മാരെയും ഒക്കെ ഇടിപിടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരെങ്കിലും ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കുമോ? ചില കുത്തക കമ്പനികൾ ഇങ്ങനെ കയറൂരി വിട്ടത് ആറ കാലത്താ. 1992 നരസിംഹറാവിന്റെ കാലത്താണ്. ശത്രു സൈന്യത്തെ നേരിടുന്ന പോലെയാണ് കർഷകരെ തെരുവുകളിൽ നേരിടുന്നത് കേന്ദ്ര സൈന്യം. ഈ കർഷക സമരത്തിന് ചില വ്യക്തമായ അജണ്ടകളുണ്ട്. നിതീഷ് കുമാർ ചാടിയതുകൊണ്ട് ജാതി സെൻസസ് ഇല്ലാതായി, അല്ലെങ്കിൽ പ്രതിപക്ഷം ജാതി സെൻസസ് മായാവതിയെ പോലുള്ളവരെ പോലും കൂടെ കൂട്ടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. വ്യക്തമായ തെളിവുകളുടെ അവസാനത്തിലല്ലേ റിപ്പോർട്ട് വെച്ചിട്ടാണ് പറയാൻ. ബോണ്ട് വഴി ലഭിച്ച പണത്തിന്റെ പകുതിയോളം 6500 കോടിയോളം രൂപ ലഭിച്ചിരിക്കുന്ന ആർക്കാ? BJPക്കാ. പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നരേന്ദ്രമോദിയെ കോൺഗ്രസ് ചായക്കാരൻ എന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ. ചായ് പേ ചർച്ച എന്ന പേരിൽ ചായക്കട ചർച്ചകളുമായി BJP രാജ്യത്ത് കളം നിറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയാണ്. ചില പ്രസ്താവനകൾ, ചില മുദ്രാവാക്യങ്ങൾ, ചില പരാമർശങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലവര മാറ്റും. മോദി കി ഗ്യാരണ്ടിയുമായാണ് NDA വോട്ടർമാരിലേക്ക് ഇറങ്ങുന്നത്. മോദി കി പരിവാർ BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി കഴിഞ്ഞു. അതിനെല്ലാത്തിനും പുറമെ ഇതാ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പത്രങ്ങളിലും ചാനലുകളും മറ്റു വാർത്താ മാധ്യമങ്ങളിലൊക്കെ മോദിക്ക് ഗ്യാരണ്ടി എന്ന പരസ്യം വളരെ വലിയ തോതിൽ തന്നെ വരികയുണ്ടായി. കാരണം നരേന്ദ്രമോദി സർക്കാർ 2019 ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കി എന്നതിൻ്റെ നേർസാക്ഷ്യം എന്ന പോലെയാണ് മോദിക്ക് ഗ്യാരണ്ടിയുടെ കാര്യം വീണ്ടും എടുത്തു പറയുന്നത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ലേ? എങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടി ആകുന്നത്? ലക്ഷ്മി, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ആ സർക്കാരിൻ്റെ തലവൻ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ കേരളത്തിൽ 2ാം പിണറായി സർക്കാർ, 1ാം പിണറായി സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. ആ ക്യാബിനറ്റിന്റെ തലവൻ ആരാണോ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സർക്കാർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അതവരോട് തന്നെ ചോദിക്കണം. ഞാൻ ഇടപെട്ടോട്ടെ. അതായത് സംഭവപരി മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഇപ്പോൾ വളരെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാം വരുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കാനായിട്ട് കൃത്യമായിട്ടൊരു അങ്ങനെ ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ മോദിക്ക് ഗ്യാരണ്ടിയിൽ ഇവർ അടിവരയിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പല മേഖലകളിലായിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങൾ, യുവാക്കളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, അതുപോലെ കർഷകരുടെ കാര്യത്തിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെയാണ് മെയിനായിട്ടും പ്രതിപക്ഷം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഭാരത് ജോഡോ യാത്രയിലായിക്കോട്ടെ, ഇപ്പോൾ രണ്ടാമത് നടക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിലായിക്കോട്ടെ, ഇത് രണ്ടിലും രാഹുൽ ഗാന്ധി ഊന്നി പറയുന്നത് ഇതെല്ലാം ഈ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം തെറ്റാണെന്നും അവരുടെ വെറും അവകാശവാദങ്ങളാണെന്നും ഇതിനുള്ള പൊള്ളത്തരങ്ങൾ എന്താണെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, യുവാക്കളുടെ കാര്യം നമുക്ക് എടുത്ത് സംസാരിക്കാം. അതായത് 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ വർഷവും 2 കോടി പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 10 വർഷം കഴിഞ്ഞു. എത്രത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. അതുപോലെ അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. അതായത് ലോക ബാങ്കിൻ്റെ കണക്ക് പ്രകാരം ഈ ഇന്ത്യയിലെ യുവാക്കളിടയിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് 23.22%. അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും താഴെയാണ് ഇന്ത്യയുടെ അവസ്ഥ തൊഴിലില്ലായ്മ നിരക്കിൽ യുവാക്കൾക്കിടയിലുള്ള. അപ്പോൾ അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മോദി സർക്കാർ കൊണ്ടുവന്നതാണ് അഗ്നിപത് സ്കീം. സൈനികരായി അവരുടെ ജീവിതം ഒന്നും നല്ലപോലെ കെട്ടിപ്പടുക്കാനായിട്ട് കാത്തിരുന്ന യുവാക്കൾക്കിടയിലേക്ക് അഗ്നിപത് സ്കീം കൊണ്ടിറക്കുകയും അവർ വെറും 4 വർഷത്തേക്കുള്ള കരാർ ജീവനക്കാരായി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലകളിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു, യുവാക്കൾക്ക് 30 ലക്ഷത്തോളം ഒഴിഞ്ഞു കിടക്കുന്ന 30 ലക്ഷത്തോളം സർക്കാർ തൊഴിലവസരങ്ങൾ ഫില്ല് ചെയ്യും എന്ന് രാഹുൽ പറഞ്ഞു. അതുപോലെ തന്നെ അഗ്നിപത് സ്കീം ഇല്ലാതാക്കും എന്നിവയെല്ലാം പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി വോട്ടാക്കി മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മോദിക്ക് ഗ്യാരണ്ടി എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. മോദിക്ക് ഗ്യാരണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കിയെന്ന് പറഞ്ഞില്ല. ഈ റോഡുകളും, നമ്മുടെ രാജ്യത്തെ ഈ റോഡുകളും പാലങ്ങളും ഓവർബ്രിഡ്ജുകളും അടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു വലിയ കുതിച്ചാട്ടമാണ് കഴിഞ്ഞ 5 വർഷത്തിലുണ്ടായത്. കഴിഞ്ഞ 5 മുതൽ 10 വർഷം, അതിൻ്റെ കഴിഞ്ഞ 2014 മുതൽ നടന്ന സംഭവത്തിൽ ഒരു തുടർച്ചയാണ് 2019 ഉണ്ടായത്. അപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക മുതൽ രാജ്യം കൈവരിച്ചൊരു നേട്ടമാണ്. അത് വളരെ അസൂയാഹമാണ്. ഇപ്പോൾ റിസോം പറഞ്ഞു, തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞു. കോവിഡിന് ശേഷം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു മാന്ദ്യം ഉണ്ടായി. പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക വളർച്ച 3% പറഞ്ഞിട്ടാ 3% വളർച്ച കൈവരിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്ര?
5% മുതൽ 7.5% വരെ വളർച്ച നേടാൻ ഇത് കഴിഞ്ഞു. പ്രീ അത് കോവിഡ് ലെവൽ യാഥാർത്ഥ്യമാണ്. എന്നുള്ളതല്ല ഈ പറയുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കുകളെല്ലാം കോവിഡ് കാലത്ത് വളരെ താഴേക്ക് പോയ സാമ്പത്തിക അവസ്ഥയിൽ നിന്നുള്ള പുരോഗതിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2020 2022 മുതൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ വളരെ മാന്ദ്യമാണ്. ആ മാന്ദ്യത്തെ ഇന്ത്യ അതിജീവിച്ചു. പക്ഷേ ഈ വികസന പദ്ധതികൾ കൃത്യമായി ആളുകളിലേക്ക് അവതരിപ്പിക്കുന്നതിൽ ആത്മവിശ്വാസക്കുറവുണ്ടോ? അതുകൊണ്ടാണോ ഈ അവസാന നിമിഷം ഈ CAA നടപ്പാക്കുന്നതിന് എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെയൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് ഭയന്ന് അവസാനം നടപ്പാക്കാൻ വേണ്ടി കാത്തുവച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നില്ല. ഇപ്പോൾ കൃഷി സമ്മാൻ നിധി അടക്കം കർഷകർക്കും അടിസ്ഥാന വർഗ്ഗ സ്ത്രീകൾക്കടക്കമുള്ളവർക്ക് വളരെ വലിയ തോതിലുള്ള പ്രയോജനപ്പെടുന്ന പല നടപടികളും ഇവിടെ കൂടി ചേർത്തോട്ടെ. കർഷകർ ഇപ്പോഴും രണ്ടാമത്തെ കർഷക സമരമായിട്ട് ഇപ്പോഴും തെരുവുകളിലാണ്. നിങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കർഷകർ രണ്ടാമതും സമരത്തിലേക്ക് ഇറങ്ങിയത്? ആദ്യം കൊടുത്ത മോദിക്ക് ഗ്യാരണ്ടി, ആദ്യം കൊടുത്ത MSP എന്ന ഗ്യാരണ്ടി ഇതുവരെയും സർക്കാർ പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമതും കർഷകർക്ക് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി വരുന്നത്. അവർ നേരിട്ടതോ ശത്രു സൈന്യത്തെ പോലെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തീർത്ത് ഇരുമ്പാണികൾ നിർമ്മിച്ച് അതുപോലെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർവാതകം വരെ പ്രയോഗിക്കുന്നു. ശത്രു സൈന്യത്തെ നേരിടുന്ന പോലെയാണ് കർഷകരെ തെരുവുകളിൽ നേരിടുന്നത് കേന്ദ്ര സൈന്യം. ഈ കർഷക സമരത്തിന് ചില വ്യക്തമായ അജണ്ടകളുണ്ട്. കാരണം 2020 ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് കർഷകർ ഇങ്ങനെ സമരത്തിന് വരുന്നത്? കാരണം സമരം രാജ്യത്ത് ഹരിയാന എന്നുള്ള കർഷകർ മാത്രമാണ് സമരത്തിലുള്ളത്. പഞ്ചാബിലെ കർഷകർ, ഹരിയാനയിലും പഞ്ചാബിലും കർഷകർ മാത്രമാണ്. ഉത്തർപ്രദേശിലുള്ള കർഷകർ എന്തുകൊണ്ടായില്ലാത്തത്? ചില വ്യക്തമായ അജണ്ടകളുണ്ട് ഈ സമരത്തിന് മുന്നിൽ. നിങ്ങൾ എന്ത് സമരം വന്നാലും അതിനൊരു അജണ്ടയിലേക്ക് കോർത്തിണക്കിക്കൊണ്ട് അതിപ്പോ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിന് നടന്ന ഏത് സമരം, ഏത് ജനകീയ പ്രതിഷേധം നമ്മൾ പരിശോധിച്ചാലും അതിനകത്തെല്ലാം ഇവർ ഏതൊരു അജണ്ടയിലേക്ക് കൂട്ടിക്കെട്ടി അതിന്റെ മെറിറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അജണ്ട. പ്രതിപക്ഷ സംഘടന സമരങ്ങളുണ്ട്, അത് പുതിയ കാര്യമല്ല. പ്രത്യേകിച്ചും പൗരത്വ നിയമ ഭേദഗതിയിൽ വീണ്ടും സമരങ്ങൾ ശക്തമാകുന്ന ഒരു അതെ. ഇതുവരെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു. ഹിന്ദുത്വ അജണ്ടകൾ മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായിട്ട് രാമക്ഷേത്രം അത് വേണ്ടത്ര വില പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അവസാന നിമിഷത്തേക്ക് CAA കൊണ്ടുവരുന്നത്. CAA എന്താ പറയുന്നത്? അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നവരെ ധ്രുവീകരിക്കുന്ന നിലപാടാണ് CAA കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നടപ്പാക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തെ ഒരാളുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നില്ല. CAA ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? പക്ഷേ പൗരത്വം തെളിയിക്കുന്നതിനായി ഈ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ എന്തായിരിക്കും? പൗരത്വ രശ്മി NPR നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ നടപടിക്രമങ്ങളായിട്ടില്ല. അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു ശേഷം NRC വരുമെന്ന് കേന്ദ്രമന്ത്രിയാണ് പറയുന്നത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരെങ്കിലും ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കുമോ? ആയില്ല. NPR നടപ്പാക്കാൻ പോകുന്നത് അതായത് ആദ്യം ഇതിനൊരു ഓർഡർ ഉണ്ട്. ആദ്യം CAA വരും, അതിനുശേഷം NRC വരും. NRC വരുമ്പോൾ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ മതാടിസ്ഥാനത്തിൽ അവരുടെ പൗരത്വം റദ്ദാക്കുന്ന നടപടിയാണ് NRC വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. അതിന്റെ ആദ്യ ഘട്ടമാണ് CAA. CAAയുടെയും NPRന്റെയും പേരിൽ രാജ്യത്ത് വളരെ വലിയ തോതിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത്. കാരണം CAA നടപ്പാക്കുന്നതുകൊണ്ട് രാജ്യത്ത് നിലവിലുള്ള ഒരാളുടെയും പൗരത്വം റദ്ദാക്കുന്നില്ല. ഈ CAA നടപ്പാക്കാൻ വേണ്ടി 1955 അതിലെന്തുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവർ, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ആളുകൾക്ക് പൗരത്വമാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടെ എടുത്തു പറയാം. 1955 സിറ്റിസൺ ആക്ടിന് രൂപം കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്താരാ? അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഇതിനോടനുബന്ധിച്ച് 6 ഭേദഗതികൾ കൊണ്ടുവന്നു. ഈ 6 ഭേദഗതികൾ ഏതൊക്കെ വർഷത്തിലുണ്ടാത്? 1986 93 രാജ്യം ഭരിച്ചാരാ? അതിനുശേഷം 2 മതാടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? രശ്മി, CAAയുടെ കാര്യത്തിൽ ഇവിടെയുള്ള ഒരാൾക്കും പൗരത്വം പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത അതിനുള്ള ഒരു സാഹചര്യമില്ല. അടുത്ത ഗ്യാരണ്ടി പോരട്ടെ. ലക്ഷ്മി, സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരു സർക്കാരില്ല. നിയമനിർമ്മാണ സഭകളിൽ 33% സംവരണം പാലിക്കാൻ വേണ്ടി ഒരു ബില്ല് പാസ്സാക്കിയ ഏത് സർക്കാരിന്റെ കാലത്താണ്? ഇത്രയും കാലം സ്ത്രീ സംവരണം വന്ന് വെറുതെ ആളുകളുടെ ബെഡായി മാത്രമായിരുന്നു. മുത്തലാഖ് ബിൽ നടപ്പാക്കി. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ 7 കോടിയോളം സ്ത്രീകൾക്കാണ് പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. അസംഘടിത മേഖലയിലെ 42 കോടിയോളം ആളുകൾക്ക് പെൻഷൻ.
ഇതിൽ ഭൂരിഭാഗം ആരാ? സ്ത്രീകളാണ്. ഈ വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചരിത്രപരമായ കാര്യം തന്നെയാണ്, അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇനി അത് നടപ്പാക്കാൻ നമ്മൾ എത്ര കാലം ഈ വനിതാ സംവരണ ബില്ല് എടുക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ആദ്യം സെൻസസ് നടക്കണം, 2026 സെൻസസ് നടക്കും നമുക്ക് അനുമാനിക്കാം, അതിനുശേഷം ഡീലിമിറ്റേഷൻ നടക്കണം എന്ന് പറയുന്നു. അത് എന്ന് നടക്കും? അത് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിന് എന്തെങ്കിലും ഒരു കേവലം ആത്മാർത്ഥത ഇതിനുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഇതിനൊരു കൃത്യമായ ഒരു ഡേറ്റോ, ഇത് വെറും ഇത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, അതായത് ഇലക്ഷന് വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴും ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന വ്യവസ്ഥ അത് ഈ സംഗതി വച്ച് ദീർഘിപ്പിക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലക്ഷ്മി, നമ്മുടെ നിയമനിർമ്മാണ സഭയുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ വേണ്ടേ? 1952 സീറ്റ് വ്യവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതായത് ഇവർക്ക് ബില്ല് നടപ്പാക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ തെരഞ്ഞെടുപ്പിന്, ഈ 2024 തെരഞ്ഞെടുപ്പിന് 33% സ്ത്രീകൾ മത്സരിച്ചു കഴിഞ്ഞാൽ എന്തായാലും പുളിക്കുമായിരുന്നു. ഇല്ല, നിങ്ങൾക്ക് ഇത് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് വനിതാ സംവരണ ബില്ല്, ഞങ്ങൾ എന്തോ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ തുടക്കം തൊട്ട് കുറെ പദ്ധതികളുടെ പേര് ഇങ്ങനെ പറഞ്ഞു വരുന്നു. ഇവർ പറയുന്ന കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇത്രത്തോളം സുരക്ഷിതമായ ഒരു ഹെവൻ ആണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വെറും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പ്രചരിക്കുന്ന കഥകൾ മാത്രമോ? യഥാർത്ഥ ഇന്ത്യയുടെ ചിത്രം അതാണോ? ഇന്ത്യയിലെ സ്ത്രീകളുടെ ചിത്രം അതാണോ? അതായത് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന് മണിപ്പൂരിലെ കാര്യം നമ്മൾ കണ്ടതല്ലേ, നഗ്നരാക്കി 2 സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിക്കൊണ്ട് കൂട്ടബലാത്സംഗം ചെയ്തു. ഇവിടുത്തെ പ്രധാനമന്ത്രി എന്താ ചെയ്തത്? പ്രധാനമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതുവരെ മണിപ്പൂരിൽ ഒന്ന് പോകാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ടോ? സന്ദേശ് ഖാലി പോവുകയും ചെയ്തു. എന്തുകൊണ്ടാ? വോട്ട് കിട്ടും, അതുകൊണ്ട് മാത്രം പോയി. പിന്നീട് മറ്റൊരു കാര്യം ഞാൻ പറയാം. മോദി തന്നെ രാജ്യത്തിന്റെ അഭിമാനം, രാജ്യത്തിന്റെ പെൺമക്കൾ എന്ന് വിളിച്ച ഗുസ്തി താരങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നല്ലോ. 1 വട്ടമാണോ 2 വട്ടം ഇറങ്ങിയല്ലോ. എന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടി ഇവർക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല. കാരണം വോട്ട് കിട്ടുന്നിടത്ത് ബേട്ടി ബച്ചാവോ, തൃശ്ശൂർ വന്ന് പറയും, സന്ദേശ് ഖാലി പോയി പറയും. അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് കേവലം ആത്മാർത്ഥ സ്ത്രീകളുടെ കാര്യത്തിലില്ല. അവിടെ ഒരു കണക്കുകൂടി ഞാൻ സൂചിപ്പിക്കാം. രാജ്യത്ത് ഓരോ 51 മിനിറ്റിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് കണക്കുകളുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കുകൾ. ഇതെല്ലാം വെച്ചിട്ടാണ് അതിനുശേഷം നിങ്ങൾ പറയുന്നു ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരാണ്, ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ പ്രതിപക്ഷം കൃത്യമായിട്ടൊരു അവരുടെ അജണ്ട മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി നാരി ന്യായ് യാത്ര, ഈ ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ, അതുപോലെ തന്നെ 50% സർക്കാർ സർവീസുകളിൽ 50% സംവരണം, ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി ഒരു ഭാഗത്ത് ഇവരുടെ ഭരണം മൂലം അരക്ഷിതരായിരിക്കുന്ന സ്ത്രീകൾക്ക് മുന്നിലേക്കാണ് ഈ വാഗ്ദാനങ്ങൾ വെക്കുന്നത്. അതിനാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഭാരത് ജോഡോ യാത്ര പോലുള്ള ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ മഹാരാഷ്ട്രയിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതല്ല, ഗ്രൗണ്ടിലിറങ്ങി ആളുകളോട് നേരിട്ടാണ് രാഹുൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ പ്രതിപക്ഷ നേതാക്കൾ ജനശക്തി ബീഹാറിൽ ഒരു റാലി നടന്നല്ലോ, ജനസമുദ്രമായിരുന്നില്ലേ ബീഹാറിലെ റാലി? അതുപോലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര വളരെ രസകരമാണ്. അദ്ദേഹത്തിന് പോലും ഓർത്തില്ല അദ്ദേഹത്തിന്റെ യാത്രയുടെ പേരാണ്. ഇപ്പൊ എന്താ നാരീന യാത്രയുടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിലുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആക്രമണം നടന്നത് ഏത് സംസ്ഥാനത്താ? രാജസ്ഥാൻ ഭരിച്ചോണ്ടിരുന്നാരാ? അശോക് ഗെഹ്ലോട്ട്. അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്? നിങ്ങൾ കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണ്. രാജസ്ഥാൻ ഇന്ത്യയിലല്ലേ? രാജസ്ഥാൻ ഭരിച്ച മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ആറാളായിരുന്നു മണിപ്പൂരോ BJP നരേന്ദ്രമോദി കുറ്റം പറഞ്ഞല്ലാതെ അപ്പുറത്ത് കോൺഗ്രസിന് എന്താ കോൺഗ്രസ് കഴിഞ്ഞ 5 ഒരു വസ്തുതയുണ്ട്. ഈ ന്യായയാത്ര കടന്നു പോകുന്ന വഴികളിൽ തന്നെ BJP കളിക്കുന്ന രാഷ്ട്രീയ കളികൾക്ക് മറുപടി പറയാൻ എന്തുകൊണ്ടോ കോൺഗ്രസിനാകുന്നില്ല. നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിക്കുന്നു, RLDയെ BJP പാളയത്തിലെത്തിക്കുന്നു, കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കുന്നു. കോൺഗ്രസ് വലിയ കാര്യമായി പറഞ്ഞുകൊണ്ടുവന്ന, ഇന്ത്യ മുന്നണി വലിയ കാര്യമായി പറഞ്ഞുകൊണ്ടുവന്ന ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളുടെ മുനയൊടിക്കുവാൻ പറ്റുന്നുണ്ട് BJPക്ക് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. അത് ആളുകളിലേക്ക് എത്തും. നമ്മൾ കണ്ടില്ല എന്നേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഗ്രൗണ്ടിൽ വർക്ക് നടക്കുന്നുണ്ട്. അതായത് ഈ മോഡിഫൈഡ് മീഡിയ ആണ് ഇന്ന് ഇന്ത്യയിലുള്ള ദേശീയ മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ മോഡിഫൈഡ് മീഡിയ ആണ്. അവര് പ്രതിപക്ഷത്തിന്റെ അല്ലെ രാഹുലിന്റെ ഒരു യാത്ര വേണ്ടുപോലെ കവർ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഇപ്പോഴും അത്രയ്ക്ക് നിഷ്കളങ്കരാണ് നമ്മൾ. അല്ല, ഞാൻ പറയട്ടെ, അതുപോലെ ജാതി
സെൻസസിന്റെ കാര്യം. ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയം, ഇവർ വെക്കുന്ന ഹിന്ദുത്വ അജണ്ടയ്ക്ക് എതിരെ ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയം സാധാരണഗതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സാധാരണ ഒരു അജണ്ട പ്രതിപക്ഷം കൊണ്ടുവരികയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും കേന്ദ്ര സർക്കാരോ മോദിയോ അമിത്ഷാ ആരും ഒന്നും പ്രതികരിച്ച് കാണാറില്ല. അതേസമയം ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തിട്ടപ്പോഴത്തേക്ക് ഇവർ ഭയന്ന് വിറച്ചില്ലേ? ഇവർ പറഞ്ഞില്ലേ വിഭജന അജണ്ടയാണ്. ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏത് നൂറ്റാണ്ടിൽ കൊണ്ടുപോകാനാണ്? 19ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോകാനാണോ ഈ ജാതി സെൻസസ് കോൺഗ്രസ് ഉപയോഗിച്ചത്? കോൺഗ്രസ് ജാതി സെൻസസ് ഉപയോഗിച്ചു. ഈ 4 സംസ്ഥാനങ്ങളുടെ റിസൾട്ട് എന്തായിരുന്നു? മധ്യപ്രദേശിലെ റിസൾട്ട് എന്തായി? ഛത്തീസ്ഗഡിൽ എന്തായി? രാജസ്ഥാനിൽ എന്തായി? ജാതി സെൻസസ് ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ സംഭവമാണ്. ജാതി സെൻസസ് ഇന്ത്യ ഏത് നൂറ്റാണ്ടിൽ കൊണ്ടുപോകാനാണ് റിസ്വാൻ പറഞ്ഞത്? അതായത് നിയമസഭാ ഇലക്ഷൻ വെച്ചിട്ട് ലോക്സഭാ ഇലക്ഷനെ വിലയിരുത്തുന്നതിന്റെ പ്രശ്നമാണിത്. നിയമസഭാ ഇലക്ഷന് ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ 4 തോറ്റു എന്ന് കരുതി ജാതി സെൻസസ് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതായത് ബീഹാറിൽ ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോ കണ്ടില്ലേ എന്തായിരുന്നു ന്യൂനപക്ഷങ്ങളുടെയും മറ്റു പിന്നാക്ക സമുദായങ്ങളുടെ അവസ്ഥയെന്ന് ബീഹാറിലെ റിപ്പോർട്ട് വന്നപ്പോ കണ്ടല്ലോ. ഇതാണ് പറഞ്ഞത്. നിങ്ങൾ സെൻസസിന്റെ പ്രാധാന്യം എന്തുകൊണ്ട് കൂടെ നിന്ന നിതീഷ് കുമാറിനെ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്? നിതീഷ് കുമാർ ആദ്യമായിട്ടൊന്നും അല്ല ഈ മറുകണ്ഠം ചാടുന്നത്. നിതീഷ് കുമാർ മുമ്പും പലപ്പോഴും ചാടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത് കൂട്ടാക്കുന്നുള്ളൂ. അതായത് നിതീഷ് കുമാർ ചാടിയതുകൊണ്ട് ജാതി സെൻസസ് ഇല്ലാതായി, അല്ലെങ്കിൽ പ്രതിപക്ഷം ജാതി സെൻസസ് ഇനി മുന്നോട്ട് വെക്കില്ല. മായാവതിയെ പോലുള്ളവരെ പോലും കൂടെ കൂട്ടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. ആയിക്കോട്ടെ, ഒരു മായാവതി ഒരു നിതീഷ് കുമാറോ അല്ലല്ലോ പ്രതിപക്ഷം, ആണോ? അല്ല. അതായത് ജാതി സെൻസസ് ഞങ്ങൾ മുന്നോട്ട് ഇത് ഇപ്പോ ഒന്ന് ഡൗൺ ആയി എന്ന് പറയുന്നത് അനൂപ് പറയുന്ന ലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ശരിയാണ്. ഇനി 2 മാസം ഇനിയും സമയം, ഏകദേശം 2 മാസത്തോളം ഇനിയും തിരഞ്ഞെടുപ്പിന് കിടക്കുകയാണ്. ഈ സമയത്ത് ജാതി സെൻസസ് പറഞ്ഞ വിഷയം ഉറപ്പായും ഉന്നയിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവര് ജാതി സെൻസസ് കേൾക്കുമ്പോൾ തന്നെ മറ്റേ ചോപ്പ് കാണുന്ന പോലെ വിരൽ പിടിക്കുന്ന എന്തിനാണ്? അതായത് ഇവരുടെ ബ്രാഹ്മണ്യ അജണ്ടകൾക്ക്, ബ്രാഹ്മണ്യവാദത്തിന് എതിരെ നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വോട്ട് ബാങ്ക് അത്ര ശക്തമാണ്. അതെ, അതായത് അത്രത്തോളം വലിയൊരു അജണ്ടയാണ്, അല്ലെ അത്രത്തോളം വലിയൊരു കൗണ്ടർ പോയിന്റ് ആണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. അതായത് ഇവരൊരു ഭാഗത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണ്യവാദത്തിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ആശയമാണ്, അല്ലെങ്കിൽ അജണ്ടയാണ്. ഈ ബ്രാഹ്മണ്യവാദത്തിന്റെ കാര്യം, ഈ ബ്രാഹ്മണ്യവാദം ഉയർത്തി അല്ലെങ്കിൽ മുന്നോക്ക സമുദായ വോട്ടുകൾ ലക്ഷ്യം വെച്ചായിരുന്നല്ലോ മധ്യപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ കമൽനാഥ്. ആ കമൽനാഥിന് എന്താ അവസ്ഥ, എന്താ ഉണ്ടായത്? അദ്ദേഹത്തിനോട് ഭരണം നിലനിർത്തും മുന്നോക്ക സമുദായത്തൊക്കെ കൂട്ടുപിടിച്ച് മുന്നോക്ക സമുദായക്കാരാണ് ഉയർന്ന ആളും കണ്ട് തലപ്പൊക്കി വെച്ചിരുന്ന ആളാ കമൽനാഥ്. പക്ഷെ മധ്യപ്രദേശിൽ എന്താ അവസ്ഥ? മധ്യപ്രദേശിൽ OBC വോട്ടർമാരാണ് ഉള്ളത്. അവിടുത്തെ വോട്ടർമാർ കമൽനാഥിനെ തള്ളിക്കളഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞ മോദിക്ക് ഗ്യാരണ്ടി ആകെയുള്ളത് ഹിന്ദുത്വവാദികൾക്ക് മാത്രമാണ്. അതായത് ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ രാമക്ഷേത്രം, അയോധ്യയിൽ രാമക്ഷേത്രം, ബാബരി പള്ളി പൊളിച്ച് അതിന് മുകളിൽ രാമക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ പ്രധാനമന്ത്രി പോയിട്ട് കാർമ്മികത്വം വഹിക്കുകയാണ്. എനിക്കറിയില്ല ഇതൊക്കെ ഏത് കാലത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഗ്യാൻവാബി മസ്ജിദിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ മധുരയിലെ കൃഷ്ണ ജന്മഭൂമി വിഷയത്തിൽ. പിന്നെ ഇതൊന്നും പോരാ, എന്നിട്ട് ഇതൊന്നും വില പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നേരെ പോയത് ദ്വാരകയിലെ അറബിക്കടലിൽ പോയി മുങ്ങി കാണിക്കുന്നത് നരേന്ദ്രമോദി. അപ്പോ ഈ നറേറ്റീവുകളൊക്കെ വേണ്ട വിധത്തിൽ അങ്ങോട്ട് എത്തുന്നുണ്ടോ എന്നുള്ള സംശയത്തിന് പുറത്താണ് ഏറ്റവും അവസാനം CAA കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്ന ഒരു നേതാവ് എന്നുള്ള കരുത്തനായ നേതാവ് എന്നൊരു ഇമേജ് ആണ് നരേന്ദ്രമോദിക്കുള്ളത്. ആ നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടാൻ ഈ ജോഡോ യാത്രയും ന്യായ യാത്രയും പാകമാണോ എന്നുള്ളതാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്ന വിമർശനം. അത് ഞാൻ പറയട്ടെ, ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് ഈ ഭരണപക്ഷത്തോട് അനുഭാവികളായിട്ടുള്ളവരും അവർ മാത്രമാണ്. ഇത് അങ്ങനെ ശരിക്കും തോന്നുന്നുണ്ടോ? അതായത് ഞാൻ പറയട്ടെ, ഇത്രയും കാലം ഒരു നേതാവ് ഗ്രൗണ്ടിൽ നടത്തിക്കൊണ്ടിരുന്ന വർക്ക് അത് ഉറപ്പായിട്ടും വില പോകും. അതായത് വോട്ടർമാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് എന്തുകൊണ്ടായിരിക്കും ഘടകകക്ഷികളെ സംഘടിപ്പിക്കാൻ അവർക്ക് ഇത്രയും വിയർക്കേണ്ടി? ഇന്ത്യ സഖ്യമായി കഴിഞ്ഞില്ലേ, ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ച ആം ആദ്മി പാർട്ടിയായിട്ട് കോൺഗ്രസ് ചേർന്നില്ല. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾ എടുക്കൂ, അവിടെ എല്ലാം സഖ്യങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇന്ത്യ സഖ്യം പഴയതിലും, അതായത് 2019 സ്ട്രോങ് ആണ് ഈ വർഷം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കൈകൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവും കോൺഗ്രസും തന്നെയാണ്. ഇന്ത്യ സഖ്യം ഒരിക്കലും ഇവർ കളിയാക്കിയല്ലോ, ഇന്ത്യ സഖ്യം ഇവരെല്ലാരും പല വഴിക്ക് പോകുന്നു. എവിടെ എല്ലാവരും ഒന്നിച്ചില്ലേ? 26ഓളം പാർട്ടികൾ പ്രഖ്യാപിത അജണ്ടയുണ്ടോ? ഇന്ത്യ സഖ്യത്തിന് ആദ്യ കൺവീനർ ആരായിരുന്നു? നിതീഷ് കുമാർ ആയിരുന്നു. നിതീഷ് കുമാർ ഇപ്പോൾ പോയി.
ഇന്ത്യ സഖ്യത്തിൽ ഭീഷണിപ്പെടുത്തി അപ്പുറം മരണം കാണിക്കുന്ന നിങ്ങളുടെ ഒരു പതിവ് ഇതാണ്. അഭിമാനം കാണുന്നില്ല. വേറൊരു കാര്യം, ഈ കാര്യങ്ങളിലൊക്കെ ED ഒരു ഇലക്ഷൻ ടൂളായി ഉപയോഗിച്ചിട്ടുണ്ട്. ED മാത്രമോ എത്ര നേതാക്കന്മാരെയാണ് മറുകണ്ഠം ചാടിക്കുന്നത്? ലക്ഷ്മി, ഏത് നേതാവിനെതിരെയുള്ള കേസാണ് ED എടുത്ത? ഏത് BJP അപ്പുറത്തോട്ട് ഏത് നേതാവിനുള്ള കേസാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്? ഒരു നേതാവിനുള്ള കേസല്ല. ക്ലീൻ ചിറ്റ് കൊടുത്തില്ല. എവിടെ ക്ലീൻ ചിറ്റ് കൊടുത്തു? ഏത് കേസിൽ? ഇപ്പോഴും കേസുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നാരായൺ റാണെ, അമരീന്ദർ സിംഗ് സിംഗിന്റെ കേസിലെന്ന് ആര് പറഞ്ഞു? ഇപ്പോഴും കേസുണ്ട്. മനീഷ് സിസോഡിയ വിചാരണ അത് കോടതി നടന്ന കേസാണ്. അരവിന്ദ് ഇത്ര മാന്യനും ഇത്ര നിയമത്തെ ഇതുള്ള മാളത്തിൽ വിളിക്കുന്നത് കെജ്രിവാൾ ഒന്നും ചെയ്യല്ലേ? കെജ്രിവാൾ ഇടിയുടെ മുന്നിൽ ഹാജരാകരുത്. ചോദ്യം ചെയ്യൽ കെജ്രിവാൾ ഭയപ്പെടുന്നത്. ഈ തേങ്ങാ കള്ളന്മാരെയും പാക്ക് കള്ളന്മാരെയും ഒക്കെ ഇടി പിടികൂടുന്നുണ്ട്. പക്ഷേ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നു, OCCRP റിപ്പോർട്ട് പുറത്തു വന്നു. എന്തുകൊണ്ട് അദാനിക്കെതിരെ ഒരു ചെറു ചോദ്യം അദാനി എന്ന് പറഞ്ഞാൽ അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് BJPയുടെ ഒരു സ്ഥാപനമായിട്ട് ഞാൻ എനിക്കറിയില്ല, എന്റെ അറിവില്ല. പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചു. അദാനി പ്രൈവറ്റിനോട് BJPയുടെ ഒരു സ്ഥാപനമല്ല. അവർ ക്രമക്കേട് കാട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടണം. അദാനി ക്രമക്കേടിൽ പിടിക്കപ്പെടണം. അദാനിയുടെ ആരാണ് റിപ്പോർട്ട് പുറത്തു കൊണ്ടത്? ഹിൻഡൻബർഗിന്റെ പ്രത്യേക അജണ്ടയാണ് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. ഹിൻഡൻബർഗ് നടത്തുന്നത് OCCRP റിപ്പോർട്ടിൽ എന്തായിരുന്നു പ്രശ്നം? ഹിൻഡൻബർഗ് റിപ്പോർട്ട് മാറ്റിവെക്കാം. ലക്ഷ്മി, ഈ അദാനിയുടെ കേസിൽ അന്വേഷിക്കേണ്ടത് ആരാ? സെബി അന്വേഷിക്കുന്നുണ്ട്. നടപടികൾ വരുന്നുണ്ട്. ഇന്നൊരു റിപ്പോർട്ടും OCCRP അന്വേഷണാത്മക പത്രപ്രവർത്തന കൂട്ടാൻ വേണ്ടി തെളിവുകൾ വേണ്ടേ? ചുമ്മാ തെളിവ് വേണം. ആ തെളിവ് വന്നിട്ട് പെട്ടെന്ന് ഇന്ന് OCCRP ഇന്ന് ലക്ഷ്മിയെ കൊണ്ടുവന്ന ഒരു റിപ്പോർട്ട് തരുന്നു. അതിന് അന്വേഷിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അതിന് ജയിലിലടക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അതിന്റെ അദാനി ഇന്ത്യയിലെ ഏത് കാലത്താണ് നിക്ഷേപ സൗഹൃദമല്ലാത്തത്? ഇന്ത്യയിലെ കുത്തക കമ്പനികൾ ഇങ്ങനെ കയറൂരി വിട്ടത് ആരുടെ കാലത്താ? 1992 നരസിംഹറാവിന്റെ കാലത്താണ്. അന്ന് മുതലാണ് ഇങ്ങനെ കുത്തഴിഞ്ഞു വിട്ടത്. പിന്നെ പറഞ്ഞേക്ക്, ഇന്ത്യയിൽ ഏത് കമ്പനി ഏത് സ്ഥാപനം അഴിമതി നടത്തിയാലും അവർക്കൊരു നടപടി വേണം. ആ കാര്യത്തിൽ അദാനി രാജ്യത്തിന്റെ പൊതുസ്വത്തൊന്നുമില്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ ഇവർ പറഞ്ഞത്? അതായത് ഒരു കേന്ദ്ര സർക്കാർ വന്നിട്ട് പറയുകയാണ് അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമാണെന്ന്. ആന്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയാണെന്ന് പറയാണ് അദാനിയുടെ കാര്യത്തിൽ. അന്വേഷണ ഏജൻസിയുടെ കാര്യം പറയുന്നത് ലക്ഷ്മി, ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. അതായത് ഈ അടുത്താണല്ലോ SBI ഇലക്ട്രൽ ബോണ്ടിന്റെ രേഖകൾ പുറത്തുവിട്ടത്. അതിൽ പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താ? BJP നടത്തിയ ഹഫ്ത പിരിവിന്റെ എക്സ്റ്റോർഷന്റെ തെളിവുകളാണ് അതിൽ നിറയുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യ 20 സ്ഥാപനങ്ങളിൽ 14 EDയുടെയോ IT വകുപ്പിന്റെയോ അല്ലെങ്കിൽ CBIയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കമ്പനികളാണ്. കോൺഗ്രസ് ഉണ്ടല്ലോ, RJD ഉണ്ടല്ലോ, DMK ഉണ്ടല്ലോ, TMC ഉണ്ടല്ലോ. ആയിക്കോട്ടെ, അതിനകത്ത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച പണത്തിന്റെ പകുതിയോളം 6500 കോടിയോളം രൂപ ലഭിച്ചിരിക്കുന്ന ആർക്കാ? BJPക്കാ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പണത്തിന്റെ 3/4 ഭാഗവും പോയിരിക്കുന്നത് BJPക്കാണെന്ന് ഉറപ്പാണെന്നേ. ഇവരുടെ കാലത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് 4,68,000 കോടി രൂപയുടെ പൊതുമുതലാണ് കോർപ്പറേറ്റുകൾക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വിറ്റ് തുലച്ചത്. അതുപോലെ ഇന്ത്യയിലെ അടുത്ത നമ്മുടെ തിരുവനന്തപുരം എക്സാമ്പിൾ ആയിട്ടുണ്ടല്ലോ, 6 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ആർക്ക് കൊടുത്തത്? അദാനിക്ക് മാത്രമായിട്ട് കൊടുത്തത്. പിന്നെ ഇതുപോലെ തന്നെ വേറെ കാര്യം കൂടി എടുത്ത് പറയാം. ഇവർ ശുഷ്കാന്തി ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈ അടുത്ത് നടന്നതാണ്. അംബാനിയുടെ മകന്റെ കല്യാണം, ആനന്ദ് അംബാനിയുടെ കല്യാണം ജാംനഗറിലെ എയർപോർട്ട്. അതൊരു വേറൊരു എയർ സ്ട്രിപ്പാണ്. അത് ഒറ്റ രാത്രി കൊണ്ട് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാക്കി മാറ്റിക്കൊടുത്തു. എന്തിന്? ആനന്ദ് അംബാനിയുടെ ഗസ്റ്റുകൾക്ക് വരാൻ വേണ്ടി. അതിന്റെ ആ ശുഷ്കാന്തിയുടെ പകുതിയെങ്കിലും ഇവർക്ക് ഇന്ത്യയിലെ ഈ രാജ്യത്തെ ജനങ്ങളോടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ രാജ്യം എന്നേ സ്വർഗലോകമായി പോയരെ. പക്ഷേ ഈ പാർലമെന്റിൽ ഇടയ്ക്കിടെ രാഹുൽ ഗാന്ധി പറയുന്നു മോദി അദാനി ബൈ ബൈ എന്ന് പറയുന്നതല്ലാതെ ജനങ്ങളിലേക്ക് ആ ഒരു ഫീൽ എത്തിക്കാൻ എന്തുകൊണ്ടോ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കൃത്യമായ രാഷ്ട്രീയ പദ്ധതികളുടെ ഒരു അഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, ഇനി സമയമുണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തെരഞ്ഞെടുപ്പിന് ഇനി സമയം കിടക്കണം. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് പൊള്ളും. മഹോമോ ഇത്ര അദാനിക്കെതിരെ കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന നേതാവാണ്. അവരെ
അവരെ കുറെ ഓരോരോ ഉഡായ്പ രേഖകൾ കെട്ടിച്ചമച്ചുകൊണ്ട് അവരെ പുറത്താക്കി. അതുപോലെ രാഹുൽ ഗാന്ധിയെ പുറത്താക്കാൻ ശ്രമം നടന്നു. പിന്നീട് കോടതി വഴിയാണ് തിരിച്ചു കയറിയത്, MP സ്ഥാനം തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇവർക്ക് അദാനിയെ പറഞ്ഞാൽ മാത്രം മോദിക്ക് പൊള്ളുന്ന അല്ലെ BJPക്ക് പൊള്ളുന്ന ഏക പോയിന്റ് ഇപ്പോൾ നിലവിൽ അദാനിയെ പറയുന്ന ഏതായാലും നിലവിൽ കോൺഗ്രസ് ഒരു മൗനം തുടരുക തന്നെയാണ്. കൃത്യമായ അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. റിസ്വാന് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇനി എന്തെങ്കിലും വലിയ ക്യാമ്പയിൻ സബ്ജക്റ്റിനായി കോൺഗ്രസ് കാത്തിരിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. വരുന്ന 2 മാസം നമ്മൾ എന്തൊക്കെ കാണാനിരിക്കുന്നു. അൽ മുഖ്തദർ ജ്വല്ലേഴ്സ് 0% പണിക്കൂലി, 100% സന്തോഷം.